അപ്പം തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം. അവർക്ക് വീഡിയോയിലൂടെ തന്നെ നമുക്കിങ്ങനെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നെ തന്നിരിക്കുന്ന മറ്റൊരു ഓപ്ഷൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം തമ്പനിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ആ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. കാര്യം ആദ്യമേ തന്നെ പറയാമല്ലോ, ഞാൻ അറിയാതെ പോയ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഞാൻ എനിക്കറിയാത്ത കാര്യങ്ങളായത് ഇതൊക്കെ. അതുപോലെ എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, യൂട്യൂബേഴ്സായിട്ടുള്ള തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്ക് ഇപ്പം ഞാനും തുടങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാം അറിയാമെന്നൊന്നുമല്ല, അറിയാവുന്ന ഇപ്പം ഞാൻ അറിഞ്ഞ അതല്ലെങ്കിൽ അനുഭവത്തിൽ കൂടെ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പം തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർമ്മിക്കണേ. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എനിക്കറിയാതെ പോയ കാര്യങ്ങളാണ് കേട്ടോ. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറുമാണ് നമുക്ക് ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടണം. വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ നമുക്ക് വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് വീഡിയോസ് ഇടുന്നതിനൊക്കെ ടൈമിങ് വേണം. നമ്മളിതൊന്നും ചെയ്യാതിരുന്നിട്ട് നമുക്കിതെല്ലാം കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ യൂട്യൂബിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിനൊരു പ്രതിഫലം ഉണ്ടാകുകയുള്ളൂ കേട്ടോ. അപ്പം ആദ്യമേ ഞാൻ വിചാരിച്ചിരുന്നതേ ഈ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ തികയുമ്പോഴത്തേക്കിന് 4000 വാച്ച് അവർ ആയാൽ മതിയല്ലോ, അതായിക്കോളൂ എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം എന്താ പറയുന്നത്, അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഈ 4000 വാച്ച് അവറിന് വേണ്ടിയിട്ട് ഒരു വീഡിയോസ് വല്ലപ്പോഴും ഇട്ടാൽ മതിയെന്നും വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വീഡിയോസ് ഇട്ടാൽ മതിയെന്നും വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പുതിയ യൂട്യൂബേഴ്സായിട്ടുള്ളവരെല്ലാവരും ഡെയിലി വീഡിയോസ് ഇടണം. ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. നമ്മൾ ആ വീഡിയോസ് ഇടുന്നതിന് നമുക്ക് വീഡിയോസിന് ഒരു കൃത്യ ടൈമിംഗ് ഉണ്ടായിരിക്കണം. ആ ടൈമിങ്ങിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ആയിരിക്കണം നമ്മുടെ ചാനലിൽ. അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതാണ് സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. ലോങ് വീഡിയോയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഷോർട്ട് വീഡിയോസിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരാറുണ്ട്. അതുപോലെ നമുക്ക് ട്രെൻഡിങ് വോയിസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതിലൂടെ നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് തുടക്കക്കാർക്ക് വീഡിയോയിലൂടെ തന്നെ നമുക്കിങ്ങനെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. വൈറലാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മറ്റൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ അറിയാതെ പോയിരുന്നതെന്ന് പറയുന്നത്. ഞാനൊരു 500, 600, 800 സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് വരെയും എനിക്ക് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് വീഡിയോസ് ഇട്ടാൽ മതി. ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഷോർട്ട് വീഡിയോസ് ആയിരുന്നു കുറേ കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയ ലോങ് വീഡിയോസ് കുറവും ഷോർട്ട് വീഡിയോസ് കൂടുതലും ആയിരിക്കും. അപ്പം ഞാൻ ആദ്യമേ കരുതിയിരുന്നത് ലോങ് വീഡിയോസ് അല്ല, ഷോർട്ട് വീഡിയോസ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ആകണമല്ലോ, അത് ഷോർട്ട് വീഡിയോസ് ആയാലും മതി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവർ ആണല്ലോ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവർ ആണല്ലോ എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നെ തന്നിരിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ലൈവ് സ്ട്രീം. സത്യം പറഞ്ഞാൽ ഈ ലൈവ് സ്ട്രീമിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ലൈവ് സ്ട്രീം ചെയ്യത്തൂലായിരുന്നു. പക്ഷേ എങ്കിൽ യൂട്യൂബ് ഇങ്ങനെ എടുക്കുമ്പോൾ പലരും ലൈവ് ചെയ്യുന്നതും ലൈവ് കാസ്റ്റിംഗ് ലൈവും ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ചാനൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഉപാധിയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പലരും ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് അവർക്ക് അവരുടെ ചാനലിൽ ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ് ഈ ലൈവ് ഇടുന്നതും അല്ലെങ്കിൽ ലൈവിൽ കാണിക്കാൻ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേങ്കിൽ നമുക്ക് ഈ ലൈവ് എന്ന് പറയുന്നത് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എളുപ്പവഴി കൂടിയാണ്. എളുപ്പവഴി എന്നല്ല, നമ്മൾ ആ ലൈവ് ചെയ്യുന്നതിനും കുറേ ഇതുണ്ട്. നമ്മൾ ലോങ് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്കൊരു ടൈമുണ്ട്. അതുപോലെ ലൈവിന് ഒരു ഫിക്സഡ് ടൈമൊക്കെ വെച്ചിട്ട് നമ്മൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവിൽ കൂടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ ലൈവിൽ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് വാച്ച് അവർ കിട്ടും ഇതിലൂടെ. അപ്പോൾ ഇതിലൂടെയൊക്കെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോസിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാം. ഈ ഒരു ലൈവാണ് അറിയാതെ പോയിരുന്നത്. പലരും അറിയാത്തവരുണ്ട് കേട്ടോ. പിന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് തികയാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട് ലൈവ് ഇടാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞതിന് ശേഷമാണ് ലൈവ് ഇട്ട് തുടങ്ങിയത്. പലരും ലൈവിൽ കൂടെയാണ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാതെ പോകുന്നത്.
അപ്പം നമ്മൾ യൂട്യൂബിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വഴി കൂടെയൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ തന്നിരിക്കുന്ന വഴികൾ ഏതൊക്കെയാണോ, നേരായ വഴികളെന്ന് തന്നെ പറയണമല്ലോ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ലൈവ് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഡെയിലി ഒരു വീഡിയോസ് എങ്കിലും 2 വീഡിയോസ് ഇട്ടാൽ അത്രയും നല്ലത്. ഒരു വീഡിയോസ് എങ്കിലും മാക്സിമം ഇടുക. അതുപോലെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ ലൈവും ചെയ്യുക. ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്, ലൈവ് കാസ്റ്റിംഗ് ഒക്കെ ഇടുന്നുണ്ട്. കാര്യം അവർക്ക് ചിലപ്പോൾ ലൈവ് ചാറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ലൈവ് കാസ്റ്റിംഗ് ഇട്ട് വെക്കുന്നവരുണ്ട്. പിന്നെ ലൈവ് സംസാരിക്കാൻ താല്പര്യമുള്ളവർ ഇരിക്കുന്നവർ ലൈവ് ചെയ്യുന്നുണ്ട്. ഞാനും ഒരു 1K ഒക്കെ ശേഷമാണ് ലൈവ് തുടങ്ങിയത് കേട്ടോ. ലൈവിൽ കൂടെ നമുക്ക് നല്ലപോലെ വാച്ച് അവർ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം പുതിയ യൂട്യൂബേഴ്സായിട്ടുള്ളവരൊക്കെ നമ്മൾ എന്താ പറയുന്നത്, വീഡിയോസ് ഇടണം ഡെയിലി. അതുപോലെ ഇതിൻ്റെ ഒപ്പം ലൈവും ചെയ്യണമെന്നാണ് കേട്ടോ. ഇതിലൂടെ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചേട്ടാ.